So welcome students. The next topic is dielectrics. Dielectrics എന്ന് പറയുന്നത് സോളിഡ്സിലുള്ള ഒരു പർട്ടിക്കുലർ കാറ്റഗറിയാണ്. ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓർ ഇൻസുലേറ്റേഴ്സ്. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവർ നോൺ കണ്ടക്റ്റിംഗ് സബ്സ്റ്റൻസസ് എന്നാണ്. എന്ന് വെച്ച് നമ്മളതിനെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യില്ല. അതിന് ചാർജ് ക്യാരിയേഴ്സ്, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. പക്ഷേ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് ക്യാരിയേഴ്സായിട്ട് വരുന്ന പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും സ്പ്ലിറ്റ് ആകും. സോ ദാറ്റ് ഈസ് പോളറൈസേഷൻ. അങ്ങനെ പോളറൈസ്ഡായി ഒരു എൻഡ് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് അഥവാ പോസിറ്റീവ് അയോൺസും മറ്റൊരു എൻഡ് നെഗറ്റീവ് അയോൺസുമായിട്ടും മാറും. മനസ്സിലായോ? when external field is applied, it induces dipole moment. This induced electric field inside the conductor is in opposite direction. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഡ്യൂസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ പോളറൈസേഷൻ നടത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള റീഓറിയൻറ്റേഷൻ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വെളിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുകയും അതുവഴി ആ എക്സ്റ്റേണൽ ഫീൽഡ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഡൈഇലക്ട്രിക്സിൽ പോളറൈസേഷൻ നടക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്നത് വഴിയാണ്. അങ്ങനെ കിട്ടുന്ന പോളറൈസേഷൻ വഴി രണ്ട് തരത്തിലുള്ള മോളിക്യൂൾസ് നമുക്കുണ്ടാകുന്നുണ്ട്. പോളാർ മോളിക്യൂൾസ് എന്നും നോൺ പോളാർ മോളിക്യൂൾസ് എന്നും. പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. പോസിറ്റീവ് ചാർജ് സെൻറ്റേഴ്സിൻ്റെയും നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സിൻ്റെയും സെപ്പറേറ്റ് ചാർജ് സെൻറ്റേഴ്സ് ഉള്ളത് പോളാർ മോളിക്യൂള്, ചാർജ് സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് നോൺ പോളാർ മോളിക്യൂൾസ്. പക്ഷേ ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഓൾറെഡി ഈ ഇലക്ട്രോൺസ് ആയ ചാർജ് കാരിയേഴ്സ് ഉണ്ട്. പക്ഷേ ചാർജ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും എക്സ്റ്റേണൽ ഫീൽഡിന് എഗൻസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്നത് അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റും കൂടി ആയിരിക്കുന്നത് കൊണ്ട് ഇൻസൈഡ് ദ കണ്ടക്ടർ ദാറ്റ് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി സീറോ. മനസ്സിലായോ? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കണ്ടക്ടറിൻ്റെ. ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വിൽ ബി സീറോ. Now the next one is the non-polar molecule, the behavior of non-polar molecule in external field. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സും പോസിറ്റീവ് ചാർജ് സെൻറ്റേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റഡ് ആകും. നോൺ പോളാർ മോളിക്യൂൾസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഓപ്പോസിറ്റ് എൻഡിലേക്ക് ഷിഫ്റ്റഡ് ആകും. ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻഡ്യൂസിങ് എ ഡൈപോൾ മൊമെൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഡൈപോൾ മൊമെൻറ്റ്? നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡൈപോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അകലം. പോസിറ്റീവ് ചാർജ് സെൻറ്ററുകളും നെഗറ്റീവ് ചാർജ് സെൻറ്ററുകളും സ്പ്ലിറ്റ് ആയാലേ ആ ഡിസ്റ്റൻസ് വരും. അങ്ങനെ പോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കൂ? ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുകയാണ്. അപ്പോൾ നമുക്ക് പറയാം ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് കിട്ടിക്കഴിയുന്ന ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നൗ പോളറൈസ്ഡ് എന്ന്. സോ ദാറ്റ് ഈസ് ദ ബിഹേവിയർ ഓഫ് എ നോൺ പോളാർ മോളിക്യൂൾ. മനസ്സിലായോ? ഇനി അതിനകത്ത് തന്നെ ചില തരം നോൺ പോളാർ മോളിക്യൂൾസ് നോൺ പോളാർ മോളിക്യൂൾസിൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ കൊടുക്കുന്ന ഫീൽഡിന് അനുസരിച്ചും ഫീൽഡിൻ്റെ ഡയറക്ഷന് അലൈൻ ചെയ്തും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് പ്രൊപ്പോർഷണലുമാണെങ്കിൽ നമ്മൾ ആ തരം മോളിക്യൂൾസിനെ നമ്മൾ വിളിക്കുന്നത് ലീനിയർ ഐസോട്രോപിക് ഡൈഇലക്ട്രിക്സ് എന്നാണ്. Now the next category is a polar molecule. Polar molecule in the external field. അപ്പോൾ നോൺ പോളാർ മോളിക്യൂളിൻ്റെ പ്രത്യേകത പറഞ്ഞു. പോളറൈസേഷൻ സംഭവിക്കുന്നത് മാത്രമല്ല ഈ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷന് തന്നെ ആയിരിക്കാം.
പോളാർ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി സീറോ, അതായത് ഷിഫ്റ്റിംഗ് ഓഫ് ചാർജ് സെൻറ്റേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി സീറോ ഇഫ് ദർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ്. വെൻ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് അപ്ലൈഡ്, അവിടെയും എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും? ഡൈപോൾ മൊമെൻറ്റ്, ഷിഫ്റ്റിംഗ് ഓഫ് സെൻറ്റേഴ്സ് ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് വിൽ ബി ട്രൈയിങ് ടു അലൈൻ വിത്ത് ദ ഫീൽഡ്. Got it? So that is polar molecule. And there is a term called polarization. It is the value of dipole moment per unit volume is what you call it as polarization P. And polarization P is equal to chi. This is spelled as chi into E, where chi is called electric susceptibility of the dielectric medium. Now this is the dielectric slab. നമ്മൾ ഡൈഇലക്ട്രിക്സിൻ്റെ നേച്ചർ നമ്മൾ പഠിച്ചു. ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ അതൊരു റെക്റ്റാങ്കിൾ ഷേപ്ഡ് കണ്ടക്ടറിനെ വെച്ച് നമ്മൾ പറയുകയാണ്. ഇതാ നോക്കിക്കേ, ഇവിടെ ഉണ്ടാകുന്ന ചാർജ് ക്യാരിയേഴ്സ് എല്ലാം ഇത് കണ്ടോ, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ഓരോ മോളിക്യൂൾസും സ്പ്ലിറ്റ് ആകുകയാണ്. ഒരെൻഡിലേക്ക് നെഗറ്റീവ്, മറ്റൊരെൻഡിലേക്ക് പോസിറ്റീവായിട്ട് മാറുന്നു. അതിൻ്റെ ഫലമായിട്ട് വൺ എൻഡ് ഈസ് ബിക്കമിങ് നെഗറ്റീവ് ആൻഡ് അനദർ എൻഡ് ഈസ് ബിക്കമിങ് പോസിറ്റീവ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പോളറൈസ്ഡ്. വെൻ ഡൈഇലക്ട്രിക് സ്ലാബ് ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ബിക്കംസ് പോളറൈസ്ഡ് ആൻഡ് ബിഹേവ് ആസ് ടു ചാർജ്ഡ് സർഫസസ്. ഈ ചാർജ്ഡ് സർഫസ് പോസിറ്റീവായിട്ടും ഈ ചാർജ്ഡ് സർഫസ് നെഗറ്റീവായിട്ടും ബിഹേവ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഡക്ഷൻ. ദർ ഇസ് എ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ, നോ കോണ്ടാക്ട്. സോ ഈ എൻഡ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻഡക്ഷൻ വഴി ഇവിടെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയായ നെഗറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ് എൻഡ് ആണെങ്കിൽ ഇൻഡക്ഷൻ വഴി ഇവിടെ എന്താ വരിക, ഡെവലപ്പ് ചെയ്യുക, ഒരു പോസിറ്റീവ് ചാർജ് എൻഡ്. സോ ടു ചാർജ്ഡ് സർഫസസ് ഡെവലപ്പ് ചെയ്യും ഈ ഇൻഡ്യൂസ്ഡ് ചാർജസ് കാരണം. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ആൻ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഫോർ ദി കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ദാറ്റ് ഈസ് എ കറണ്ട് എലമെൻറ്റ്. ആ കറണ്ട് എലമെൻറ്റിൽ നിങ്ങൾ സാധാരണ റെസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കേട്ടതിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ചില ഡിവൈസസ് ഒക്കെ കേടാകുമ്പോൾ കപ്പാസിറ്റർ ചീത്തയായതാന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആൻഡ് ദാറ്റ് ഡിവൈസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. ഒരു രണ്ട് കണ്ടക്ടേഴ്സ്, അതിനിടയിൽ എന്തുണ്ട്, ഒരു ഇൻസുലേറ്റർ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിനെ നമുക്ക് വിളിക്കാം എന്ത്, കപ്പാസിറ്റർ എന്ന് വിളിക്കാം. ഞാൻ ലുക്ക് ഹിയർ, ഒരു രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ കണ്ടക്ടേഴ്സിൽ തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ചാർജ്. എന്തുമാത്രം ചാർജാണോ ഉണ്ടാകുന്നത്, ഇപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. സോ ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടില്ലേ. അപ്പോൾ അതാണ് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ് Q, or you can say Q is equal to CV and that constant is called capacitance of the capacitor. നമ്മൾ പറയാറില്ലേ കപ്പാസിറ്റി എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കോമൺ ലാംഗ്വേജിൽ. സോ ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. അതിൻ്റെ പ്രത്യേകത ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ സൈസ്, ഷേപ്പ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഈ രണ്ട് പ്ലേറ്റുകളും തമ്മിലുള്ള അകലമാണ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ മൈക്രോ ഫാരഡ്, മില്ലി ഫാരഡ് എന്നുള്ള യൂണിറ്റുകളൊക്കെയാണ്. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇതായി കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് പാരലൽ ലൈൻസ്. മനസ്സിലായോ? ഇതാണ് കപ്പാസിറ്ററിൻ്റെ സിമ്പൽ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയെന്ന് കരുതുന്നു. നൗ അങ്ങനെയെങ്കിൽ ഈ ഡൈഇലക്ട്രിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടേമാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈഇലക്ട്രിക്സ് ആസ് ഇറ്റ് ഹാസ് നോ ചാർജ് ക്യാരിയേഴ്സ് അല്ലേ. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം അതിന് പോളറൈസേഷൻ സംഭവിച്ച് പോസിറ്റീവ് അയേൺസും നെഗറ്റീവ് അയേൺസുമായിട്ട് സ്പ്ലിറ്റപ്പ് ആയിക്കഴിഞ്ഞാൽ അതിനും ഒരു പരിധിയുണ്ട്. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തുമാത്രം ഇലക്ട്രിക് ഫീൽഡ് ഒരു ബ്രേക്ക് ഡൗൺ ഇല്ലാതെ അതിന് താങ്ങാൻ സാധിക്കുമോ
ഏതിന്? ഡൈഇലക്ട്രിക് മീഡിയത്തിന് താങ്ങാൻ സാധിക്കുമോ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? Now we shall pass on to parallel plate capacitors. So coming to capacitors, there are different shapes for capacitors like spherical capacitor, parallel capacitors, etc. അതിൽ ആദ്യത്തേതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ 2 പാരലൽ പ്ലെയിൻ കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അവർക്കിടയിൽ കുറച്ച് ഡിസ്റ്റൻസും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിനെ നമുക്ക് വിളിക്കാം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്ലേറ്റ്, പ്ലേറ്റ് എ, ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് പ്ലേറ്റ്, പ്ലേറ്റ് ബി എന്ന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് പ്ലേറ്റ് എന്ന് എടുക്കാം. ഇവർക്ക് ഇടയിലുള്ള അകലമാണ് സ്മോൾ ഡി. എന്തുമാത്രം ചാർജ് ഡെപ്പോസിറ്റഡ് ആകുന്നു അതിനെയാണ് ക്യൂ എന്നെടുക്കുന്നത്. ഈ കാണിക്കുന്ന കണ്ടക്ടറിൻ്റെ ഏരിയയാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഷീറ്റ് ഓഫ് കണ്ടക്ടർ അല്ലേ. ഒരു ഷീറ്റ് ഓഫ് ചാർജ്ഡ് കണ്ടക്ടർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞ് ഗോസ് ലോയുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു സിംഗിൾ ഷീറ്റ് മാത്രമായിരുന്നു. ഇവിടെ നമുക്ക് 2 കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 2 ഷീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇൻസൈഡ്, സെക്കൻഡ് വൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇൻസൈഡ്. ഓട്ടോമാറ്റിക്കലി ഈ വശം നെഗറ്റീവ് ചാർജ് ആയിരിക്കാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് മറുവശം എന്ന് പറയുന്നത് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ആയിരിക്കാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ റീജിയണിൽ, അതായത് കപ്പാസിറ്ററിൻ്റെയോ അല്ലെങ്കിൽ പ്ലേറ്റുകളുടെയോ വെളിയിൽ ഈ വൈറ്റ് റീജിയണിലെല്ലാം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും. അഥവാ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദിസ് ഗ്യാപ്പ്, ആൻഡ് ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് പ്ലേറ്റ് ആൻഡ് സെക്കൻഡ് പ്ലേറ്റ്. ഫീൽഡ് ഡ്യൂ ടു എ സിംഗിൾ പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുന്നത് σ/2ε0. അപ്പം 2 ഷീറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? σ/2ε0 പ്ലസ് σ/2ε0 വരും. പക്ഷേ ഇവിടെ വൺ ഓഫ് ദ പ്ലേറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്, so it becomes negative of σ/2ε0. ആൻഡ് അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് നോക്കിക്കേ. പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് എല്ലാം വെളിയിലേക്കായിരിക്കും അല്ലേ, പുറത്തേക്കായിരിക്കും അതിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ ദാറ്റ് ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ് ആൻഡ് ദിസ് വൺ ഈസ് ടുവേർഡ്സ് ദാറ്റ് പ്ലേറ്റ്. സോ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സോ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ബിക്കംസ് പോസിറ്റീവ്. സോ ദ ടോട്ടൽ ഫീൽഡ് ഇൻസൈഡ് ദ 2 plates, in between the 2 plates will be σ/ε0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് σ/ε0 ആണ്. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് Q/A ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് dV/dr എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പ്രഷൻ പഠിച്ചു. നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന്, dV/dr. അവിടെ ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം d ആയിട്ട് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് നമുക്ക് E/d എന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം × d. സോ വി ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് Q/V. Substitute for V from above equation. You will get the capacitance as ε0 A/d. The expression for parallel plate capacitor is ε0 A/d. This is very important. Study well. Thank you.